Hello dears, welcome to our class. Today we are going to complete our textbook activities. Okay, let's start our class. Card game. There are red, green, blue and yellow cards in a box. One draws 8 cards from it without looking. The cards have different points. റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ എന്നീ കളറുകളുള്ള കാർഡുണ്ട് ഒരു ബോക്സിൽ. അതിൽ നിന്ന് ഈ കാർഡുകൾ എടുക്കണം. എത്ര കാർഡ് എടുക്കണം? 8 കാർഡ് എടുക്കണം. എങ്ങനെയാണ് എടുക്കേണ്ടത്? നോക്കാതെ വേണം എടുക്കാനായിട്ട്. തന്നിരിക്കുന്നത് 4 കാർഡുകളാണ്. ഓരോ കാർഡിനും ഓരോ വാല്യൂ ആണ് ഉള്ളത്. റെഡ് കാർഡാണെങ്കിൽ 1000, ഗ്രീൻ ആണെങ്കിലോ 100, ബ്ലൂ ആണെങ്കിൽ 10, യെല്ലോ ആണെങ്കിൽ 1. ഇങ്ങനെയാണ് പോയിൻ്റ് ലഭിക്കുക. ആഫ്റ്റർ 1 റൗണ്ട് 6 സ്റ്റുഡൻസ് ഗോട്ട് കാർഡ്സ് ലൈക്ക് ദിസ്. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ 6 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് 6 കുട്ടികൾ? അരുൺ, മേരി, ഫാത്തിമ, ജാഫർ, ഉഷ, ജോയ്. ആദ്യം റെഡിൻ്റെ കോളമാണ്, പിന്നെ ഗ്രീൻ, ബ്ലൂ, യെല്ലോ അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അരുണിൻ്റെ നോക്കാം. അരുണിന് 1 റെഡും 3 ഗ്രീനും 2 ബ്ലൂവും 2 യെല്ലോയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണ്? ഓരോ പ്ലേസ് വാല്യൂ ആയിട്ട് എഴുതിയാൽ മതി അല്ലേ? യെല്ലോ എന്ന് പറയുന്നത് 1's പ്ലേസിൽ എഴുതുക, 2 എന്ന് പറയുന്നത് 10's പ്ലേസിൽ എഴുതുക, 3 എന്ന് പറയുന്നത് 100 പ്ലേസിൽ എഴുതുക, റെഡ് എന്ന് പറയുന്നതോ 1000 ആണ് പോയിൻ്റ് അല്ലേ? അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ എഴുതുമ്പോൾ നമുക്ക് എത്ര പോയിൻ്റാണ് കിട്ടുക? 1322. എത്രയാണ്? 1322 ആണ് അരുണിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മേരിക്ക് 1 റെഡാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 1000 പോയിൻ്റ് 7 ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 ആണ് അല്ലേ? അപ്പോൾ 100 പ്ലേസിലാണ് എഴുതേണ്ടത്. 7 × 100. ബ്ലൂ അതായത് 10's പ്ലേസിലൊന്നുമില്ല, 1's പ്ലേസിലും ഒന്നുമില്ല. അപ്പോൾ വരുന്ന എമൗണ്ട് എത്രയാണ്? 1's പ്ലേസിൽ 0 ആണ്, എമൗണ്ട് ഇല്ല. 10's പ്ലേസിലും എമൗണ്ട് ഇല്ല, 0 ആണ് അല്ലേ? പിന്നെ ഉള്ളത് 100 പ്ലേസിൽ 7 ആണ്, 1000 പ്ലേസിൽ 1ഉം. അപ്പോൾ 1700 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെയും പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഫാത്തിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് 1000ൻ്റെ പ്ലേസിൽ 1 ആണ്, ഗ്രീൻ അതായത് 100ൻ്റെ പ്ലേസിൽ 0 ആണ്, 10'ൻ്റെ പ്ലേസിലും 0 ആണ്, 1'ൻ്റെ പ്ലേസിലാണ് 7 വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പ്ലേസ് വാല്യൂവിനനുസരിച്ച് എഴുതി നോക്കുക. 1's പ്ലേസിൽ 7, 10's പ്ലേസിൽ 0, എമൗണ്ട് ഇല്ലല്ലോ, ഒരു നമ്പറും തന്നിട്ടില്ല. അതുപോലെ തന്നെ 100ൻ്റെ പ്ലേസിലോ നമ്പർ ഇല്ല, അപ്പോൾ 0. പിന്നെ 1000ൻ്റെ പ്ലേസിൽ 1, അപ്പോൾ വരുന്നത് 1007. ഇനി അതുപോലെ തന്നെ ജാഫറിന് കിട്ടിയത് 1 റെഡാണ് കിട്ടിയിട്ടുള്ളത്, ഗ്രീൻ ഇല്ല, ബ്ലൂ 2, യെല്ലോ 5. അപ്പോൾ 1025 എന്നാണ് കിട്ടുന്നത്. ഉഷയ്ക്കോ? ഉഷയ്ക്ക് 2 റെഡാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻസ് പ്ലേസിൽ ഒന്നുമില്ല, ബ്ലൂവിൻ്റെ സ്പേസിലോ 6 ഉണ്ട്, അതുപോലെ യെല്ലോ 0 ആണ്, ഒന്നുമില്ല. അപ്പോൾ എഴുതി നോക്കുമ്പോൾ 2060 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പോയിൻ്റ് 2060 ഉഷയ്ക്ക് കിട്ടി. ജോയ്ക്കും ഇതുപോലെ തന്നെ 2 റെഡ് ഉണ്ട്, ഗ്രീനിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, 0 ആണ്, ബ്ലൂവിൻ്റെ പ്ലേസിലോ 0 ആണ്, യെല്ലോയുടെ പ്ലേസിലോ എത്രയാണ്? 6 ആണ്. അപ്പോൾ പ്ലേസ് വാല്യൂ എഴുതി നോക്കുകയാണെങ്കിൽ ജോയ്ക്ക് കിട്ടിയത് 2006 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഹു ഗോട്ട് ദ മോസ്റ്റ് പോയിൻറ്റ്സ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുള്ളത്? ആർക്കാണ്? 1000 പ്ലേസിൽ നോക്കുക. 1000 പ്ലേസിൽ ഏതൊക്കെയാണ് നമ്പർ ഉള്ളത്? 1ഉം 2ഉം ഉണ്ട്. അപ്പോൾ അതിൽ വലുത് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 2 നമ്പറാണ് 2വിൽ തുടങ്ങുന്നത്, ഉഷയുടെയും ജോയിയുടെയും. ഉഷയ്ക്ക് 2060 വരുന്നുണ്ട്, ജോയ്ക്ക് 2006 ആണ് വരുന്നത്. അപ്പോൾ 60 ആണോ 6 ആണോ വലുത്? 2060. ഉഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയിട്ടുള്ളത്.
പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹു ഗോട്ട് ദ ലീസ്റ്റ് പോയിൻറ്റ്സ്, ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? നമ്മൾ മോസ്റ്റ് പോയിൻറ്റ്സ് കണ്ടപ്പോൾ 2 വെച്ച് നോക്കി ഇല്ലേ, 1000ൻ്റെ പ്ലേസിൽ 2 വെച്ച് നോക്കി. അപ്പോൾ ലീസ്റ്റ് നോക്കുമ്പോൾ, അതായത് കുറവ് നോക്കുമ്പോൾ 1 ആണ് നോക്കേണ്ടത്. 1 നോക്കി. പിന്നെയോ 100 പ്ലേസ് നോക്കുക. 3 ഉണ്ട്, 7 ഉണ്ട്, 0 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? 0 ഉള്ളതാണ്. 0 ഉള്ള 2 എണ്ണമുണ്ട്, ഫാത്തിമയ്ക്കും ജാഫറിനും. അങ്ങനെയാണെങ്കിൽ 10 പ്ലേസിൽ നോക്കുക. 10 പ്ലേസ് നോക്കുകയാണെങ്കിൽ 0 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? 0 ആണ്. അപ്പോൾ കുറവുള്ളത് ഫാത്തിമയ്ക്കാണ്, 1007. റൈറ്റ് ദ പോയിൻറ്റ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഇനി പറഞ്ഞിരിക്കുന്നത് കിട്ടിയ ആ പോയിൻറ്റ്സുകളെല്ലാം സ്മോളിൽ നിന്ന് ലാർജിലേക്ക് എഴുതാനാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 1000 പ്ലേസിലുള്ള നമ്പർ നോക്കുക. 1ഉം 2ഉമാണുള്ളത്. അപ്പോൾ വലുത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2വിൽ നിന്നും ചെറുത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നുമാണ്. പിന്നെ നോക്കേണ്ടതോ 1000 പ്ലേസ് സെയിം ആണെങ്കിൽ 100 നോക്കണം. അതിലേതാണോ വലുത് ചെറുതെന്ന് നോക്കണം. അതും കഴിഞ്ഞാൽ 10 പ്ലേസ് നോക്കണം. പിന്നെ 1s പ്ലേസ് നോക്കി ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? 1007, 1025, 1322, 1700, 2006, 2060 അങ്ങനെയാണ് വരുന്നത്. റഹാൻ ഗോട്ട് 3000s, 200s and 3 ones. How many points did he get in all? റഹാന് 3 ആയിരങ്ങളും 2 നൂറുകളും 3 ഒന്നുകളും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണ്? അപ്പോൾ എഴുതി നോക്കണം. വൺസ്, എത്ര വൺസ് ഉണ്ട്? ആദ്യം എഴുതേണ്ടത് വൺസ് ആണ്. 3 വൺസ് ഉണ്ട്. ടെൻസ് പറഞ്ഞിട്ടുണ്ടോ? ടെൻസിൻ്റെ പ്ലേസിലൊന്നുമില്ല. അപ്പോൾ അവിടെ എത്രയാണ്? 0 ആണ്. 100 എത്രയുണ്ട്? 200. 3000s. അപ്പോൾ കിട്ടിയത് 3203. നെക്സ്റ്റ്, ദിയ ഗോട്ട് 1 ഗ്രീൻ കാർഡ്, 1 red card and 3 each of blue and yellow cards. How many points did she get in all? ദിയയ്ക്ക് കിട്ടിയ കാർഡുകളുടെ കളറാണ് പറയുന്നത്. 1 ഗ്രീൻ കാർഡ്, ഒരു ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് വരുന്നത് 100 ആണ് അല്ലേ? അതുപോലെ തന്നെ 1 റെഡ് കാർഡ്, റെഡ് കാർഡിന് എത്രയാണ്? 1000 ആണ്. 3 ഈച്ച് ഓഫ് ബ്ലൂ ആൻഡ് യെല്ലോ കാർഡ്സ്, യെല്ലോ കാർഡും ബ്ലൂ കാർഡും 3 എണ്ണം വീതം ലഭിച്ചു. അതായത് 10 3 എണ്ണം, 1s 3 എണ്ണം. അപ്പോൾ നമുക്ക് നമ്പർ ഒന്ന് എഴുതി നോക്കാം. 1s പ്ലേസിൽ വരുന്നത് 3 കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 10s പ്ലേസിലും 3 എണ്ണമാണ് വരുന്നത്. 100 പ്ലേസിൽ ഒരു ഗ്രീൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 1000 പ്ലേസിലോ ഒരു റെഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1133 എന്നാണ് വരുന്നത്. ബന്ധുര ഗോട്ട് 2123 points. What are the colors of the cards she got? How many of each? ബന്ധുരയ്ക്ക് കിട്ടിയത് 2123 പോയിൻ്റാണ്. അതേതൊക്കെ കളറുള്ള കാർഡായിരിക്കും? എത്ര എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്? ഒന്ന് എഴുതൂ. 2000 എന്ന് പറയുമ്പോൾ 2 വരുന്നത് 1000 പ്ലേസിലാണ്. അപ്പോൾ 2 റെഡ് കാർഡ്, 1 ഗ്രീൻ കാർഡ്, 2 ബ്ലൂ കാർഡ്, 3 യെല്ലോ കാർഡ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി കാർഡ്? മുകളിലത്തെ പോലെ തന്നെ കാർഡുകൾ തന്നിട്ടുണ്ട്. റെഡ് 1000, ഗ്രീൻ 100, blue 10, yellow 1. The table shows the points 4 children got in the card game. How many of each card did each get? Fill in the table. 4 പേരാണ് ഈ കാർഡ് ഗെയിമിൽ ഇത്തവണ കളിച്ചിട്ടുള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അച്ചുവിന് കിട്ടിയത് 3140. അപ്പോൾ അതിൽ എത്ര റെഡ് ഉണ്ട്, എത്ര ഗ്രീൻ ഉണ്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? നമുക്ക് പ്ലേസ് വാല്യൂവിനനുസരിച്ച് എഴുതി പോകാം. 1s പ്ലേസിൽ 0, 10s പ്ലേസിൽ 4, 100 പ്ലേസിൽ 1, 1000 പ്ലേസിൽ റെഡ്. അപ്പോൾ 3140 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇനി ജോണിയുടേത് എഴുതുക. 2303. 1s പ്ലേസിൽ യെല്ലോയുടെ നേരെ 3, ബ്ലൂവിൻ്റെ നേരെ 0, ഗ്രീനിൻ്റെ നേരെ
3, റെഡിൻ്റെ നേരെ 2, അതായത് 2 എന്ന് പറയുന്നത് 1000, ഗ്രീൻ 100, ബ്ലൂ 10, 3, 1. നെക്സ്റ്റ് റാണി 3122. ഇതുപോലെ തന്നെ എഴുതുക. ജയയുടെയും അതുപോലെ തന്നെ പകർത്തി എഴുതുക. 6 വൺസ് പ്ലേസിൽ, 0 ടെൻസ് പ്ലേസിൽ, 100ൻ്റെ പ്ലേസിലും 0 തന്നെ, 1000ൻ്റെ പ്ലേസിൽ 2. അച്ചു ഗോട്ട് 3140 points from 3104 tens. റൈറ്റ്. അച്ചുവിന് കിട്ടിയത് 3140 പോയിൻറ്റ്സ് ആണ്. അതിലെങ്ങനെയൊക്കെയാണ് 3000s, 100s, 4 tens. അത് ശരിയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ് അല്ലേ? 3 ആയിരങ്ങളും 1 100ഉം 4 10കളും ചേർന്നതാണ് 3140. അപ്പോൾ അത് കറക്റ്റാണ്. നെക്സ്റ്റ്, ഹൗ ഡു വി റൈറ്റ് 2303? 2303 എങ്ങനെ എഴുതും? എത്രയാണ്? 2000s, 300s, 0 10s, 3 1s. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് വാല്യൂ നോക്കി എഴുതണം. ഓക്കെ. ബൈസിക്കിൾ. അബു, ജോണി ആൻഡ് ബാലു ബോട്ട് ബൈസിക്കിൾസ്. അബുവും ജോണിയും ബാലുവും സൈക്കിൾ വാങ്ങി. ദ പ്രൈസ് ഓഫ് അബൂസ് ബൈസിക്കിൾ ഈസ് 3250 rupees. He gave 3000 rupee notes, 200 rupee notes and 5 10 rupee notes. അബുവിൻ്റെ സൈക്കിളിന് എത്ര രൂപയായി? 3250 രൂപയായി. അവൻ എങ്ങനെയാണ് ക്യാഷ് കൊടുത്തത്? 3 1000 രൂപയുടെ നോട്ടും 2 100 രൂപയുടെ നോട്ടും അതുപോലെ തന്നെ 10 രൂപയുടെ 5 നോട്ടുമാണ് കൊടുത്തത്. ജോണി ഗേവ് 3000 rupee notes, 400 rupee notes and 5 10 rupee notes. What is the price of his bicycle? ജോണി എങ്ങനെയാണ് കൊടുത്തതെന്നറിയോ? ജോണി 3 1000 രൂപയുടെ നോട്ടും 4 100 രൂപയുടെ നോട്ടും 5 10 രൂപയുടെ നോട്ടുമാണ് കൊടുത്തത്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഹിസ് ബൈസിക്കിൾ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ ബൈസിക്കിളിൻ്റെ വില എത്രയാണ്? എത്ര 1000 കൊടുത്തിട്ടുണ്ട്? 3000. അപ്പോൾ 3000. 4 100 ആകുമ്പോൾ 3400. 5 10 രൂപയാകുമ്പോൾ 50 രൂപ. അപ്പോൾ 3450. വേർഡ്സിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് 3450. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പ്ലേസ് വാല്യൂ അനുസരിച്ച് മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. വൺസ് പ്ലേസ് നോക്കണം. അതിനുശേഷം വരുന്നത് ടെൻസ് പ്ലേസ് ആണ്, പിന്നെ 100, പിന്നെ 1000. അങ്ങനെയാണ് എഴുതേണ്ടത്. ബാബു bought a seat cover and a bell also. The total price was 4265 rupees. In what all ways can we write this number? ബാബു ഒരു സീറ്റ് കവറും ഒരു ബെല്ലും വാങ്ങി. അതിൻ്റെ പ്രൈസ് എത്രയാണെന്നോ? 4265, 4265 രൂപയാണ്. ആ എമൗണ്ടിനെ ഏതെല്ലാം വിധത്തിൽ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 426 ടെൻസ്, 5 വൺസ്, 426 പത്തുകളും 5 ഒന്നുകളും. അതിന് തൊട്ടടുത്ത് തന്നെ തന്നിട്ടുണ്ട് ഡാഷ് തൗസൻഡ്സ്, ഡാഷ് ഹൺഡ്രഡ്സ്, ഡാഷ് ടെൻസ്, ഡാഷ് വൺസ്. അപ്പോൾ എത്ര 1000 ഉണ്ട്? 4 thousands, 2 hundreds, 6 tens, 5 ones. വേറൊരു രീതിയിൽ എഴുതാവുന്നത് 4265 വൺസ്. ഈ 4265നെ 1 രൂപയാക്കുകയാണെങ്കിൽ എത്രയുണ്ടായിരിക്കും? 4265 ഒന്നുകൾ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ പറയുന്നത് 42 hundreds, 6 tens, 5 ones. ഇങ്ങനെയും ആക്കാവുന്നതാണ്. പിന്നെ 42 hundreds, 65 ones. 42 100 എന്ന് പറയുമ്പോൾ 4200. അതിൻ്റെ കൂടെ 65 കൂട്ടുമ്പോൾ 4265. ലാസ്റ്റ് ഒരു വേ ഉള്ളത് 4000s, 26 tens, 5 ones. 4000ൻ്റെ കൂടെ 26 tens കൂടുമ്പോൾ എത്രയാണ്?
264,000 plus 260 4260 plus 5 4265. In figures and words, അക്കത്തിലും അക്ഷരത്തിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4265 4265. പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേർഡ്സിലാണ് കൊടുത്തിരിക്കുന്നത് 3620. അത് ഫിഗറിൽ എഴുതണം. അപ്പോൾ 3620 3620. ഇനി കൊടുത്തിട്ടുള്ളത് 3030 എന്നാണ്. 3030. നെക്സ്റ്റ് 3001 3001. 5022 5022. നെക്സ്റ്റ് 6070 6070. പിന്നെ തന്നിട്ടുള്ളത് 7500. അത് ഫിഗറിൽ എഴുതുമ്പോൾ 7500. നെക്സ്റ്റ് 9090 9090. കംപ്ലീറ്റ് ദ പാറ്റേൺസ്. കുറേ പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യത്തേത് 2100 2200 2300. 2100 കഴിഞ്ഞാൽ 100 കൂട്ടിയാൽ 2200 കിട്ടും. 2200ൻ്റെ കൂടെ 100 കൂട്ടിയാൽ 2300 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 2300ൻ്റെ കൂടെ 100 കൂട്ടിയാൽ 2400. നെക്സ്റ്റ് വരുന്നത് 2500 2600. ഇനി പറയുന്നത് 3300 3200 3100. 3300ൽ നിന്ന് 100 പോയാലാണ് 3200 കിട്ടുക അല്ലേ? 3200ൽ നിന്ന് 100 പോയാലാണ് 3100. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 3100ൽ നിന്ന് 100 പോയാൽ 3000. അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് 2900 2800. ഓക്കെ. പിന്നെയോ 5000 5200 5400. ഇതിൽ 5000 മുതൽ 5200 വരെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 200ൻ്റെ വ്യത്യാസമാണ്. 5200ൻ്റെ കൂടെ 200 കൂട്ടിയാലാണ് 5400 കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് എത്രയായിരിക്കും? 5400 പ്ലസ് 200 ഈക്വൽ ടു 5600. പിന്നെ 5800 6000. പിന്നെയുള്ളത് 6500 6300 6100. 6500നേക്കാൾ കുറവാണ് 6300 അല്ലേ? എത്രയുടെ കുറവാണ്? 200ൻ്റെ കുറവാണ് ഉള്ളത്. 6300നേക്കാൾ 200 കുറവാണ് 6100. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 6100ൽ നിന്നും 200 മൈനസ് ചെയ്തിട്ടുള്ളതാണ് 5900. അതിൽ നിന്നും 200 പോയാലോ 5700. പിന്നെ 5500. ഓക്കെ. പിന്നെയുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 8600 8700 8800. 100ൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? 100ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 8900 9000 9100. 100 കൂട്ടിക്കൂട്ടി എഴുതുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതും ഫില്ല് ചെയ്യണം. ആദ്യത്തേത് 1020 1030 1040. 10ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ 1040 കഴിഞ്ഞാൽ വരുന്നത് 1050 1060 1070. അടുത്തത് 7070 7080 7090. അതും 10ൻ്റെ ഡിഫറൻസ് ആണ്. 10 കൂടി കൂടി വരികയാണ് അല്ലേ? അപ്പോൾ 7090 കഴിഞ്ഞാൽ നെക്സ്റ്റ് 7100 7110 7120. 10 കൂട്ടുക. നെക്സ്റ്റ് 2073 2083 2093. അതിലും എങ്ങനെയാണ്? 73 കഴിഞ്ഞാൽ 83 83 കഴിഞ്ഞാൽ 93. എത്രയാണ് കൂടുന്നത്? ഇതിലും 10 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലേ? നെക്സ്റ്റ് 3940 3960 3980. അപ്പോൾ ഇനി വരുന്നത്
3960-യും 3940-യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 ആണ്. 3940യേക്കാൾ 20 കൂടുതലാണ് 3960. 3980 + 20 = 4000. 4020 പിന്നെ അത് കഴിഞ്ഞാൽ 4040. ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്. ആലോചിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 + 10 + 100 + 1000. ഒന്ന് അഡിഷൻ ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 1000 + 100 1100 + 10 1110 + 1 1111. 1111 4 ഒന്നുകൾ കിട്ടും. പിന്നെയോ 2 + 20 + 200 + 2000. അപ്പോൾ എത്രയാണ്? 2222 എന്നാണ് ആൻസർ കിട്ടുന്നത്. മൂന്നാമത് 1 + 11 + 111 + 1111 = 4 കൂട്ടി നോക്കുക. കിട്ടും 1234. അതിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? 1 2 3 4 എന്നുള്ള കണ്ടിന്യൂസ് നമ്പറാണ് വന്നിരിക്കുന്നത്. മുകളിലുള്ളതോ സെയിം നമ്പറാണ് ആൻസറായി വന്നത് അല്ലേ? ഇനി 2 + 22 + 222 + 2222 എല്ലാം രണ്ടക്ക സംഖ്യകളാണ്. അപ്പോൾ അത് കൂട്ടുമ്പോൾ വരുന്നത് 2468. രണ്ടക്ക സംഖ്യകൾ തന്നെയാണ് ആൻസർ അല്ലേ? 2468 എന്നാണ് ആൻസർ വരുന്നത്. 4200 അതിനെ പല രീതിയിൽ എഴുതാമെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഫില്ല് ചെയ്യാനുമുണ്ട്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് 4200 എന്നുള്ളതിൽ എത്ര 1000 ഉണ്ട്? 4000 ഡാഷ് ഹൺഡ്രഡ്സ്. എത്ര 100 ഉണ്ടായിരിക്കും? 200s. പിന്നെ ഡാഷ് ടെൻസ് ആണ്. എത്ര ടെൻസ് ഉണ്ട്? 420 tens. എത്ര വൺസ് ഉണ്ട്? 4200 വൺസ്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഇനി 42 hundreds. ഇനി അതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ് 3897. 3089 tens 7 ones. നെക്സ്റ്റ് പറയുന്നത് 38 hundreds 9 tens 7 ones. പിന്നെ പറയുന്നത് 389 tens 7 ones. ലാസ്റ്റ് 3897 ones. പിന്നെയുള്ളത് 6875. അതെങ്ങനെയാണ്? 4 തരത്തിൽ എഴുതണം. ആദ്യത്തേത് 6000s 87 tens 5 ones. നെക്സ്റ്റ് 6800s 7 tens 5 ones. പിന്നെ 687 tens 5 ones. ലാസ്റ്റ് 6000s 875 ones. The Roman way. In Roman number system, the letters I, V, X, L, C, D and M are used. റോമൻ നമ്പർ സിസ്റ്റത്തിൽ 7 ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് I, V, X, L, C, D, M. ഇതെല്ലാമാണ് ആ ലെറ്റേഴ്സ്. ഇൻ റോമൻ നമ്പർ സിസ്റ്റം 1 ഈസ് ഡിനോട്ടഡ് ബൈ I. 1 എന്ന് എഴുതാനായിട്ട് റോമൻ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് I ആണ്. അതുപോലെ തന്നെ 5 ഈസ് ഡിനോട്ടഡ് ബൈ V. 5 എന്ന് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് V ആണ്. ഹൗ ഡു വി റൈറ്റ് ഇൻ റോമൻ നമ്പർ സിസ്റ്റം? എങ്ങനെയാണ് റോമൻ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ എഴുതുന്നത്? പറഞ്ഞു അല്ലേ? I എന്ന് ഉപയോഗിക്കുന്നത് 1നെ ഡിനോട്ട് ചെയ്യാനാണ്. V എന്നുള്ളത് 5, X എന്നുള്ളത് 10, L എന്നുള്ളത് 50, C 100, D 500, M 1000. അങ്ങനെയാണ് എഴുതുക. ഇതിൽ നമുക്ക് 1 തുടങ്ങി 10 വരെ എങ്ങനെയാണ് റോമൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ? 1 എന്ന് പറയുമ്പോൾ ഒരു I, 2 എന്ന് പറയുമ്പോൾ 2 എണ്ണം, 3 എന്ന് പറയുമ്പോൾ 3 ഐകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4നോ ഒരു ഐയും ഒരു വിയും. അതായത് വി എന്ന് ഉപയോഗിക്കുന്നത് 5നാണ്. അപ്പോൾ 5ൽ നിന്ന് ഒരെണ്ണം മൈനസ് എന്ന് കാണിക്കാനാണ് വിക്ക് മുൻപിൽ ഒരു ഐ വരുന്നത്.
നെക്സ്റ്റ് 6 കാണിച്ചിരിക്കുന്നത് വി കഴിഞ്ഞാണ് ഒരു ഐ വരുന്നത്, കണ്ടില്ലേ. 7ഉം അങ്ങനെ തന്നെ വി കഴിഞ്ഞ് 2 എണ്ണം, 8 വി കഴിഞ്ഞ് 3 എണ്ണം. പിന്നെ 9 വരുന്നതോ 10ൽ നിന്നും 1 കുറവാണ് എന്ന് കാണിക്കാൻ ഒരു ഐയും ഒരു എക്സുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ L 50, C 100, D 500, M 1000. അപ്പോൾ എങ്ങനെയാണ് 1 തുടങ്ങി 10 വരെ റോമൻ ലെറ്ററിൽ എഴുതുക എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. Award and year. The list shows the names of writers who got എഴുത്തച്ഛൻ award in various years. Write the years in order. എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയവരുടെ പേരിൻ്റെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വർഷത്തിലാണ് അവർക്ക് അവാർഡ് കിട്ടിയത് എന്നാണ് എഴുതേണ്ടത്. സ്റ്റാർട്ട് 1993 ആണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് 1993 അവാർഡ് കിട്ടിയത്. അടുത്ത വർഷം തകഴി ശിവശങ്കരപ്പിള്ള, പിന്നെ ബാലാമണിയമ്മ, ഡോക്ടർ KM ജോർജ്, പൊൻകുന്നം വർക്കി, MP അപ്പൻ, KP നാരായണ പിഷാരടി, പാലാ നാരായണൻ നായർ, OV വിജയൻ, കമല സുരയ്യ, T പത്മനാഭൻ, സുകുമാർ അഴീക്കോട്, S ഗുപ്തൻ നായർ, കോവിലൻ, ONV കുറുപ്പ്, അക്കിത്തം, സുഗതകുമാരി, ഡോക്ടർ M ലീലാവതി, MT വാസുദേവൻ നായർ, ആറ്റൂർ രവിവർമ്മ, പ്രൊഫസർ MK സാനു, വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഇവർക്കൊക്കെയാണ് അവാർഡ് ഓരോ വർഷത്തിൽ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് 1993 ശേഷം 1994, 1995, 1996, പിന്നെ 97, 98, 99, 2000, 2001, 2002, 2003, 2004, 2005, 2006, 2007, 2008, 2009, 2010. പിന്നെ 2011, 2012, 2013, 2014 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്ലേസ് വാല്യൂ എഴുതേണ്ടതാണ്. അപ്പോൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടുള്ള നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എഴുതണം. ഓക്കെ. തന്നിരിക്കുന്നത് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാനാണ്. 7,000, 800, 2 10s, 4 1s എന്നിങ്ങനെ. ഇതിലുള്ളത് അഡീഷൻ ചെയ്ത് എഴുതാനാണ്. 4,473, 4 എമൗണ്ട്സും കൂട്ടി എഴുതാനാണ്. ഓക്കെ. അതുപോലെ തന്നെ താഴേക്ക് ബാക്കിയുള്ളതും ചെയ്യുക. ഇതും കഴിഞ്ഞ വർക്ക്ഷീറ്റ് പോലെ അഡീഷൻ ചെയ്ത് എഴുതാനുള്ളതാണ്. ഓക്കെ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റും സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റും എഴുതാനാണ്. ഇതും അതുപോലെ തന്നെയാണ്. സ്മോൾ ടു ഗ്രേറ്റും ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റും എഴുതാനാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും വർക്ക്ഷീറ്റുകളെല്ലാം നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം. ഓക്കെ. ഈ തന്നിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. റോമൻ ന്യൂമറൽസും നമ്പേഴ്സും ജോയിൻ ചെയ്ത് എഴുതണം. Okay dears, complete your textbook activities and worksheets. See you in next class. Thank you.